പീജിയൻ ബീൻസ് ആണേ, തൊമരപ്പയർ. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതിൻ്റെ വിത്ത് തന്നത്. ഞങ്ങൾ 4-5 പാകി, അതുകൊണ്ട് മരമായിട്ട് ഇഷ്ടം പോലെ ഒരു വർഷത്തിനുള്ള സേവ് ചെയ്യാനുള്ളതുണ്ട്. ഇതെന്നാ ബീൻസ് ഏഞ്ചലാ? പറിച്ചോ, വേമേം പറിച്ചോ. Yeah, that's good. ഓ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കളിക്കാൻ വന്നോ? അവന് ഉറങ്ങണം ഇപ്പം. ഇവിടെ ഇത്ര ആൾക്കാർ ജോലി ചെയ്യുമ്പോൾ അവൻ അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങണം. ഇതോ ഒരു പോസ് കണ്ടില്ലേ? ഉണ്ടായി വരുന്നുണ്ട്, പൂക്കളും ഉണ്ടായി വരുന്നുണ്ട്. Do you have fun? Yes. Okay, അമ്മ ഇത് കുക്ക് ചെയ്ത് തരാം കേട്ടോ. What we gonna make? Angela, what we gonna make with this? And super. നമ്മളിത് പറിക്കാൻ വെച്ചാൽ ലേറ്റ് ആയിപ്പോ അല്ലേ സാങ്ങ? 2 ആഴ്ച മുമ്പേ പറിക്കേണ്ടതായിരുന്നോ? ഇത്രയും കിട്ടി. നാട്ടിൽ നിന്ന് വന്നപ്പോൾ മുറമൊക്കെ മേടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി ഇത് പൊളിച്ചെടുക്കണമല്ലോ. ഏകദേശം ബീൻസ് മുഴുവൻ നമ്മൾ പൊളിച്ച് കഴിഞ്ഞു. അത്രയും ബീൻസ് എടുത്തപ്പം നമുക്ക് ഇത്രയാണ് കിട്ടിയത്. 2-3 ദിവസത്തെ പണിയാണ്. എന്നാലും നമ്മളുടെ തന്നെ ബീൻസ് പറിച്ചുണ്ടാക്കിക്കൊണ്ട് സന്തോഷം. കുട്ടികൾക്കും നല്ല പണിയായിരുന്നു, അവർക്ക് സന്തോഷമാണ്. നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. സൂപ്പിന് വേണ്ടി ഞാൻ ഇതേപോലത്തെ ഒരു 1.5 കപ്പ് ബീൻസ് കുതിർത്ത് കുക്കറി വേവിച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ പിജിയൻ ബീൻസാണ് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് ബീൻസ് വേണമെങ്കിലും എടുക്കാം. ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസ് കുക്കറി വേവിച്ചാണ് ഞാൻ നമ്മുടെ സൂപ്പിന് ആവശ്യമുള്ള വെജിറ്റബിൾ സ്റ്റോക്ക് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് കൂടുതൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് വെളുത്തുള്ളി തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള തീരെ കനം കുറച്ചെടുത്തിട്ടുണ്ട്. മല്ലിയില, ഉള്ളിത്തണ്ട്, ബട്ടർ, മുളക് പൊടി, കുരുമുളക് പൊടി, കോൺഫ്ലവർ, കുറച്ച് പാലെടുത്തിട്ടുണ്ട്, ഉപ്പ്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം.
വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, കുറച്ചുപ്പ്, വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസ് ചേർക്കാം. ബീൻസിന് ഞാൻ ഉപ്പ് ചേർത്തില്ലായിരുന്നു. ബീൻസ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുവാണെങ്കിൽ ബീൻസിൽ നല്ലതായിട്ട് ഉപ്പ് പിടിക്കും. അതല്ല അത് വെന്ത് പാകാൻ നേരത്തെ ഉപ്പ് ചേർക്കുന്നതെങ്കിൽ നമ്മുടെ നാക്കിയാൽ കൂടുതൽ ഉപ്പ് ഫീൽ ചെയ്യും. ബീൻസിൽ ഒത്തിരി ഉപ്പ് പിടിക്കുന്നില്ല, നമ്മുടെ നാക്കിയാൽ അത് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് സൂപ്പിന് നമ്മൾ വാങ്ങാൻ നേരത്തെ ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത്. 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് ചേർക്കാം. നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കൂടെ കുക്കറിൽ വേവിച്ചെടുത്തു. 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആണ് ഞാൻ വേവിച്ചെടുത്തത്. എന്നിട്ട് അതിൻ്റെ ആ സ്റ്റോക്ക് മാത്രം എടുത്തതാണ്. നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലിൽ കോൺഫ്ലവർ കലക്കിയതാണേ, ഇതൊഴിക്കാം. ഇത് നല്ലൊരു കൊഴുപ്പ് കിട്ടും ഇതിന്. പാലിന് പകരം വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്കിത് കലക്കി ഒഴിക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. നമ്മുടെ സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളിയില ചേർക്കാം. കുരുമുളക് പൊടി ഇപ്പോൾ ചേർക്കാം, അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടിയും മല്ലിയിലയും ചേർക്കാം. അപ്പം നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഞാൻ എരിവില്ലാത്ത മുളകാണ് 1 സ്പൂൺ ചേർത്തത്. എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം വീണ്ടും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ബട്ടർ കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കാം, അവർക്ക് അത് കൂടുതൽ ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. കുട്ടികളെയൊക്കെ കുക്കിങ്ങിന് കൂടുതൽ കൂട്ടണം. അഭിപ്രായം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.